നമസ്കാരം. കേരളത്തിലെ പ്രമുഖനായ ഒരു യുവനേതാവിൽ നിന്ന് മോശം അനുഭവം ഉണ്ടായതായി തുറന്നു പറഞ്ഞ യുവനടി റിനി ആൻ ജോർജ് കൂടുതൽ വെളിപ്പെടുത്തലുമായി രംഗത്ത് വന്നിരിക്കുകയാണ്. പ്രതിപക്ഷ നേതാവിനോടക്കം പരാതി പറഞ്ഞുവെന്ന് റിനി ആൻ ജോർജ് പറയുന്നു. എന്നെ പീഡിപ്പിച്ചിട്ടില്ല, എന്നാൽ മോശം സന്ദേശം അയച്ചു. 5 സ്റ്റാർ ഹോട്ടലിലേക്ക് വിളിച്ചു, റൂം എടുക്കാമെന്നും പറഞ്ഞു. ഇതോടെ ഞാൻ പൊട്ടിത്തെറിച്ചു. അപ്പോൾ പ്രമാദമായ സ്ത്രീപീഡന കേസിൽപ്പെട്ടവർക്ക് എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചു. പരാതി പറയുമെന്ന് പറഞ്ഞപ്പോൾ ഹൂ കെയേഴ്സ് എന്ന് അയാൾ ചോദിച്ചു. തന്റെ അനുഭവം പരാതിയായി പറയുമെന്ന് നേതാവിനോട് പറഞ്ഞപ്പോൾ പോയി പറയൂ എന്ന് പറഞ്ഞ് കളിയാക്കിയെന്നും റിനി ആരോപിച്ചു. ഈ നേതാവിന്റെ പാർട്ടിക്ക് എന്തെങ്കിലും ധാർമ്മികതയുണ്ടെങ്കിൽ അയാളെ പദവികളിൽ നിന്ന് മാറ്റി നിർത്തണമെന്നും റിനി ആൻ പറഞ്ഞു. ഒരു രാഷ്ട്രീയ പാർട്ടിയിലും താൻ അംഗമല്ലെങ്കിലും രാഷ്ട്രീയത്തിൽ പ്രവർത്തിച്ചിരുന്ന കാലയളവിലാണ് ഈ ദുരനുഭവം ഉണ്ടായതെന്ന് റിനി പറയുന്നു. ടെലിവിഷൻ ചാനലിൽ നൽകിയ അഭിമുഖത്തിലായിരുന്നു റിനി തന്റെ അനുഭവം ആദ്യമായി തുറന്നു പറഞ്ഞത്. തുടർന്ന് പരസ്യമായി പ്രതികരിക്കുകയായിരുന്നു. അടുത്ത കാലത്ത് വിവാദങ്ങളിൽ കുടുങ്ങിയ യുവ നേതാവായിരുന്നു തനിക്ക് മോശം അനുഭവം ഉണ്ടാക്കിയതെന്നും നടി പറഞ്ഞു. സോഷ്യൽ മീഡിയയിലൂടെ പരിചയപ്പെട്ട നേതാവാണ്. നേരിൽ കാണുന്നതിന് മുമ്പ് തന്നെ അശ്ലീല സന്ദേശമാണ് അയച്ചത്. താങ്കൾ ഒരു യുവ നേതാവാണെന്നും ഇങ്ങനെ പെരുമാറരുതെന്നും പറഞ്ഞു. എന്നാൽ കുഴപ്പമില്ലെന്നായിരുന്നു പ്രതികരണം. ഇയാളുടെ പേര് പറഞ്ഞാലും എനിക്ക് നീതി കിട്ടില്ല, അതുകൊണ്ട് പറയുന്നതുമില്ല. ഇപ്പോൾ പേര് ചോദിക്കുന്നവർ ചോദിച്ചിട്ട് പോകും, പിന്നെ അനുഭവിക്കേണ്ടത് ഞാനാണെന്നും നടി പറഞ്ഞു. ഹൂ കെയേഴ്സ് എന്ന് പറയുന്ന നേതാവാണ് ഇയാൾ. പേര് പറയാതെ നടി വെളിപ്പെടുത്തിയത് ഇങ്ങനെയാണ്. ഈ വ്യക്തി ചിലരെ പീഡിപ്പിച്ചിട്ടുണ്ട്. ആ പീഡനം അനുഭവിച്ച സ്ത്രീകൾ മുമ്പോട്ട് വരണം. എന്നെ പീഡിപ്പിച്ചിട്ടില്ല, അശ്ലീല സന്ദേശം അയച്ചതേയുള്ളൂ. അയാളുടെ പ്രസ്ഥാനത്തിനകത്തുള്ളവർ പോലും അനുഭവിക്കുന്നു. അവർ ധീരമായി മുമ്പോട്ട് വരണം, റിനി ആൻ ജോർജ് പ്രതികരിച്ചു. ഈ നേതാവിനെക്കുറിച്ച് കൂടുതൽ പീഡന കാര്യങ്ങൾ അറിഞ്ഞതുകൊണ്ടാണ് ഇപ്പോൾ ഇതെല്ലാം തുറന്നു പറയുന്നതെന്നും റിനി തുറന്നടിച്ചു. താൻ പരാതി പറഞ്ഞിട്ടും കൂടുതൽ സ്ഥാനങ്ങൾ നൽകി. ഈ നേതാവ് MLA ആണെന്ന സൂചനകളും നൽകി. ഈ യുവ നേതാവിനെ ആ പാർട്ടിയിലുള്ളവർ നിയന്ത്രിക്കണം. ധാർമ്മികതയുണ്ടെങ്കിൽ ജനപ്രതിനിധി സ്ഥാനം രാജിവെക്കണം റിനി പറഞ്ഞു. യുവനേതാവ് അശ്ലീല സന്ദേശങ്ങൾ അയച്ചെന്നും മോശം സന്ദേശങ്ങൾ അയച്ചത് ഷോക്കിംഗ് ആയിരുന്നുവെന്നും റിനി വെളിപ്പെടുത്തി. അശ്ലീല സന്ദേശങ്ങൾ അയച്ചപ്പോൾ ഇങ്ങനെ ചെയ്യരുതെന്നാണ് പറഞ്ഞത്. സമീപകാലത്ത് സോഷ്യൽ മീഡിയയിൽ ഇതേ വ്യക്തിയെക്കുറിച്ച് ആരോപണം ഉയർന്നിരുന്നുവെന്നും റിനി ചൂണ്ടിക്കാണിച്ചു. ആരും മുന്നോട്ട് വരാതിരുന്നത് കൊണ്ടാണ് താനിപ്പോൾ തുറന്നു പറയുന്നത്. പല സ്ത്രീകൾക്കും സമാന അനുഭവമുണ്ടായി. ആരും തുറന്നു പറയാൻ തയ്യാറാകാത്തതാണെന്നും റിനി വ്യക്തമാക്കി. പ്രമുഖനായ ഒരു യുവ നേതാവിൽ നിന്ന് എനിക്ക് മോശം അനുഭവം ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹം എനിക്ക് അശ്ലീല സന്ദേശങ്ങൾ അയക്കുകയും മോശം രീതിയിൽ സമീപിക്കുകയും ചെയ്തുവെന്നാണ് റിനി ആദ്യമായി വെളിപ്പെടുത്തിയത്. തുടർന്നാണ് ഇപ്പോൾ കൂടുതൽ വെളിപ്പെടുത്തലുമായി രംഗത്തെത്തിയത്. ഒരു പ്രത്യേക പാർട്ടിയെ തേജോവധം ചെയ്യാനല്ല താനിത് പറയുന്നതെന്നും സമൂഹത്തിൽ ഇത്തരത്തിലുള്ള പ്രവണത നിലവിലുണ്ടെന്നും അവർ പറഞ്ഞിരുന്നു. ഈ ഒരു സംഭവം നമ്മൾ പരാതികളായി വിവിധ ഫോറങ്ങളിൽ പറയുമ്പോൾ സ്ത്രീകൾക്ക് വേണ്ടി നിൽക്കുന്നു എന്ന് പറയുന്നവർ പോലും സ്ത്രീകളുടെ കാര്യത്തിൽ ഹൂ കെയേഴ്സ് എന്നൊരു ആറ്റിറ്റ്യൂഡാണ് സ്വീകരിക്കുന്നതെന്ന് അവർ കൂട്ടിച്ചേർത്തു. രാഷ്ട്രീയത്തിൽ സ്ത്രീകൾക്ക് നല്ല സ്ഥാനം നൽകാൻ പലരും മടിക്കുന്നു. ഒരുപക്ഷെ സ്ത്രീകൾ അത്തരത്തിലുള്ള സ്ഥാനങ്ങളിലേക്ക് ഉയർന്നു വന്നാൽ പുരുഷ നേതാക്കന്മാർക്ക് പറയുന്നതിനപ്പുറം ഒന്നും ചെയ്യാനോ പറയാനോ കഴിയില്ലെന്ന് അവർ ഭയക്കുന്നുണ്ടാകാം. കഴിവുള്ള പല സ്ത്രീ നേതാക്കളും രാഷ്ട്രീയത്തിൽ ഇപ്പോഴും പുറത്തു നിൽക്കുകയാണെന്ന് റിനി ചൂണ്ടിക്കാട്ടിയിരുന്നു. കേരള സമൂഹം സ്ത്രീവിരുദ്ധമല്ലെങ്കിലും സ്വന്തം അഭിപ്രായങ്ങൾ ധൈര്യത്തോടെ തുറന്നു പറയുന്ന സ്ത്രീകളെ അംഗീകരിക്കാത്ത ചിലരുണ്ടെന്നും റിനി പറഞ്ഞു. ബാലതാരം ദേവനന്ദയുടെ ഇപ്പോഴത്തെ അവസ്ഥ ഇതിന് ഉദാഹരണമാണെന്നും അഭിപ്രായങ്ങൾ പറയുന്നത് കൊണ്ടാണ് ആ കുട്ടിക്ക് നേരെ ആക്രമണങ്ങൾ ഉണ്ടാകുന്നതെന്നും അവർ നേരത്തെ കൂട്ടിച്ചേർത്തിരുന്നു. അടുത്തിടെ പുറത്തിറങ്ങിയ 916 കുഞ്ഞൂട്ടൻ എന്ന ചിത്രത്തിൽ ഗിന്നസ് പക്രുവിന്റെ നായികയായി അഭിനയിച്ചത് റിനിയായിരുന്നു.